Hello dear students. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള പിന്നെ 8th ചാപ്റ്റർ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 8th ചാപ്റ്റർ എടുക്കുകയാണ്. ഇത് +1 എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ബുക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. അതിലുള്ള ഇൻഡെക്സ് നമ്പേഴ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി ഒറ്റ ചാപ്റ്ററും കൂടിയേ ബാക്കിയുള്ളൂ, 9th ചാപ്റ്റർ. അത് എപ്പോഴും മിക്കവാറും എല്ലാ ടീച്ചേഴ്സും എന്തായിട്ടാണ് അസൈൻമെൻ്റ് ആയിട്ടാണ് കൊടുക്കാറ്. കാരണം അത് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് എന്താണെന്നൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. ഒരു 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ, 2-3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ പ്രോബ്ലംസും പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എന്തായാലും ഒരു 5-ൽ താഴെ മാർക്കാണ് ഇതിന്ന് വരിക, പക്ഷേ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ആൻ ഇൻഡെക്സ് നമ്പർ? ആൻ ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ device for measuring changes in the magnitude of a group of related variables. It represents the general trend of diverging ratios from which it is calculated. It is a measure of the average change in a group of related variables over two different situations. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ. അതെന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിൻ്റെ 2 ടൈം പീരീഡിലുള്ള ചേഞ്ച് എത്രത്തോളമാണ് എന്ന് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾ പഠിക്കുക, എന്താണെന്നുള്ളത് ആ ഫസ്റ്റ് തന്നെ പഠിക്കുക. ആൻ ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. ഒരു പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസിൻ്റെ 2 ടൈം പീരീഡ്, 2 കാലയളവിലുള്ള മാറ്റം, വ്യത്യാസം എത്രയാണെന്ന് അറിയാനുള്ള ഒരു മെഷറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് ജനറൽ ട്രെൻഡ് എങ്ങോട്ടേക്കാണ്. ഇപ്പോൾ മിക്കവാറും ഇൻഡെക്സ് നമ്പർ കണക്കാക്കുക പ്രൈസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ പ്രൈസിൻ്റെ ഫ്ലോ എങ്ങോട്ടേക്കാണ്, കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഇൻഡെക്സ് നമ്പർ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത്, കൺവെൻഷനലി ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജസ്. സാധാരണയായിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് പെർസെൻറ്റേജിലാണ് പറയാറുള്ളത്. അതിൽ 2 പീരീഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അതിൽ പ്രസൻറ്റ്, ഇപ്പോഴത്തെ പീരീഡിനെ നമ്മൾ കറൻറ്റ് പീരീഡ് എന്നും, നമ്മൾ പഴയ ഏതോ ഒരു കൊല്ലം എടുത്തിട്ടായിരിക്കും, ആ കൊല്ലവുമായിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കമ്പയർ ചെയ്യുന്ന പിന്നെ പഴയ കൊല്ലത്തെ അല്ലെങ്കിൽ മുൻപത്തെ ഏജിനെ നമ്മൾ എന്ത് ബേസ് പീരീഡ് എന്നും പറയും. ഓഫ് ദ 2 periods, ദ പീരീഡ് വിത്ത് വിച്ച് ദ കമ്പാരിസൺ ഈസ് ടു ബി മെയ്ഡ്. ഏത് കൊല്ലവുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത് ആ കൊല്ലത്തിന് ഇറ്റ് ഈസ് നോൺ ആസ് ദ ബേസ് പീരീഡ്. അതിനെ ബേസ് പീരീഡ് എന്ന് പറയും. ഓക്കെ, പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ആൻഡ് പെർമിറ്റ് കമ്പാരിസൺ ഓഫ് പ്രൈസസ് ഓഫ് സർട്ടൻ ഗുഡ്സ്. പ്രൈസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസുകൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സ് വേറൊരു ടൈപ്പ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. അതെന്താണ് കണക്കാക്കുന്നത്? ഇറ്റ് മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദനത്തിലുള്ള അളവ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പേഴ്സിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ മോർ വൈഡ്ലി യൂസ്ഡ്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എ പ്രൊഡക്ഷൻ ഇൻഡെക്സ് ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ദ ഇക്കോണമി. ഈ പ്രൊഡക്ഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ഔട്ട്പുട്ട്, ഉൽപ്പാദനം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു ക്രൈറ്റീരിയ കൂടിയാണ് ഈ പ്രൊഡക്ഷൻ ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കുക. ഇതിൻ്റെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ എല്ലാവരും കാണാം. വളരെ സിമ്പിളായിട്ട് അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്.
അപ്പം നമ്മൾ പ്രൈസ് ഇൻഡെക്സ് റെപ്രസെൻറ്റ്സ് ദ ചേഞ്ചസ് ബൈ എ സിംഗിൾ ന്യൂമറിക്കൽ മെഷർ. ഒരു ഒറ്റ വാല്യൂവിലൂടെ നമ്മൾ പറയാണ് എന്താണ് പിന്നെ വില നിലവാരം എത്രത്തോളം വർദ്ധിച്ചു അല്ലെങ്കിൽ എത്രത്തോളം കുറഞ്ഞു എന്ന് പറയാണ്. ഒരു ന്യൂമറിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു നമ്പറിലൂടെ നമ്മളത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ആ നമ്പർ കണ്ടുപിടിക്കാൻ 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡിന് ദ ആഗ്രിഗേറ്റീവ് മെത്തേഡ് ഞാൻ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. സെക്കൻഡ് മെത്തേഡിന് ദ മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും വരെയാണ് ഇതിലുള്ളത്. ബാക്കി നമ്മൾ എഴുതി റെഡിയാക്കുകയാണ്. അതിലേക്ക് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് എല്ലാവരും വരച്ച് വയ്ക്കാം. ഫ്ലോ ചാർട്ട് വരച്ചാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വൃത്തിയായിട്ട് മനസ്സിലാവും എത്ര എണ്ണമാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. ആ ഫ്ലോ ചാർട്ട് ഒന്ന് എല്ലാവരും നോക്കുക. അത് ക്ലിയർ ആവുന്നില്ലേ? ഫ്ലോ ഇങ്ങനെ നോക്കുമ്പോൾ ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇൻഡെക്സ് നമ്പറിനെ 2ആയിട്ട് ഡിവൈഡ് 2 മെത്തേഡാണുള്ളത്. അതെന്താണ് 2 മെത്തേഡ്? ആഗ്രിഗേറ്റീവ് മെത്തേഡ്. ആ ആഗ്രിഗേറ്റീവ് മെത്തേഡിൽ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് എന്നും അതിന് ഞാൻ A1 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ അതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. P01 അതാണ് പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളതിൻ്റെ ഇക്വേഷൻ. സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഓക്കെ, ഇനി രണ്ടാമത്തത് A2 വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. ഈ വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സും പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സും. അതിൽ ലാസ്റ്റ് പേയേഴ്സിന് ഞാൻ വീണ്ടും A2A നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എത്രയാണ്? വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് വേറെ ഉണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ P01 is equal to sigma P1 Q0 divided by sigma P0 Q0 into 100. പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? P01 is equal to sigma P1 Q1 divided by sigma P0 Q1 into 100. ഓക്കെ, ഇനി അടുത്ത മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡെക്സ് യൂസിങ് പ്രൈസ് റിലേറ്റീവ്സ്. അത് കാണാനുള്ള ഇക്വേഷൻ P01 is equal to 1/n sigma P1 by P0 into 100. രണ്ടാമത്തെ B2 എന്ന് അടയാളപ്പെടുത്തിയത് ദ വെയ്റ്റഡ് ഇൻഡെക്സ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. P01 is equal to sigma I is equal to 1 to n WI into വലിയൊരു ബ്രാക്കറ്റ് ഇടുക P1 by P0 into 100 ഡിവൈഡഡ് ബൈ സിഗ്മ is equal to 1 to n WI. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള എല്ലാ ഇക്വേഷനും കൂടി ഈ ഫ്ലോ ഇത്രയേ ഉള്ളൂ. ഇത്രയും കണക്കുകളും നമുക്ക് ചെയ്തു നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഒന്ന് ആഗ്രിഗേറ്റീവ് മെത്തേഡാണ്. അതിൽ സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് മിക്കവാറും അതാണ് വരാറുള്ളത്. സിമ്പിൾ പ്രൈസ് ഇൻഡെക്സ് അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. പിന്നെ 2 വെയ്റ്റഡ് ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്, അതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പേയേഴ്സും പാഷേഴ്സും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് 3 കണക്ക് ചെയ്യണം. പിന്നെ മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ് 2 എണ്ണമാണ്. ഇൻഡെക്സ് യൂസിങ് പ്രൈസ് റിലേറ്റീവ്സും ദ വെയ്റ്റഡ് ഇൻഡെക്സ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സും. അങ്ങനെ ആകെ 5 പ്രോബ്ലം. അപ്പോൾ അടുത്ത പേജിൽ ഞാൻ ആ 5 പ്രോബ്ലമാണ് ചെയ്യുന്നത്. അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ്. ഇത് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഇങ്ങനെ വയ്ക്കുക. ഇതാണ് കുറച്ചും കൂടി കാണാൻ സൗകര്യം എന്ന് തോന്നുന്നു. ആദ്യത്തെ പ്രോബ്ലമാണ് A1 ആണ്. കാൽക്കുലേറ്റ് സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ്. ഇതാണ് ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമാണ്. സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് മിക്കവാറും പരീക്ഷയ്ക്ക് ഇതാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിത് നമുക്ക് കമ്മോഡിറ്റി തന്നിട്ടുണ്ടാവും, ബേസ് ഇയർ പ്രൈസ് തന്നിട്ടുണ്ടാവും, കറണ്ട് ഇയർ പ്രൈസ് തന്നിട്ടുണ്ടാവും. ബേസ് ഇയർ പ്രൈസിന് നമ്മൾ P0 എന്ന് എഴുതുക, കറണ്ട് ഇയർ പ്രൈസിന് P1 എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ബേസ് ഇയർ പ്രൈസ് എല്ലാം കൂടി കൂട്ടുക. അപ്പോൾ ബേസ് ഇയർ പ്രൈസ് കമ്മോഡിറ്റി ഏതൊക്കെ? ABCD. ബേസ് ഇയർ പ്രൈസ് 2542. കറണ്ട് ഇയർ പ്രൈസ് P1 എന്ന് പറഞ്ഞാൽ 4653. അപ്പോൾ ബേസ് ഇയർ പ്രൈസ് എല്ലാം കൂടി കൂട്ടുന്നതിനെയാണ് സിഗ്മ P0 എന്ന് പറയുന്നത്. അതെത്രയാണ്? 13.
കറണ്ട് ഇയർ പ്രൈസ് എല്ലാം കൂടി കൂട്ടുന്നതിന് സിഗ്മ P1 എന്ന് പറയും. അതെത്രയാണ്? 18. അപ്പോൾ ഇക്വേഷൻ P01 is equal to സിഗ്മ P1 by സിഗ്മ P0 into 100 is equal to 18 by 13 into 100 is equal to 138.5%. ഇനി ഇതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? ബേസ് ഇയറിൽ നമ്മൾ 100 രൂപയ്ക്ക് ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ ഇപ്പം നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ വില എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 138.5 ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് പ്രൈസിൽ 38.5% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. ഇത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈസിൽ 100 ആണ് നമ്മുടെ ബേസ് ഇയർ പ്രൈസ് എന്ന് വയ്ക്കാം. അപ്പോൾ കാരണം ഇപ്പോഴത്തെ ഇൻഡെക്സ് നമ്പർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ബേസ് ഇയറിനെ അപേക്ഷിച്ച് എത്ര കണ്ട് വില കൂടിയിട്ടുണ്ട് അഥവാ എത്ര കണ്ട് വില കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ്? ഇവിടുത്തെ ഉത്തരം വെച്ചിട്ട് നമുക്ക് എന്താണ്? ബേസ് ഇയറിനെ അപേക്ഷിച്ച് കറണ്ട് ഇയറിൽ 38.5 വില കൂടി 38.5% വില കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തത് A2A കാൽക്കുലേറ്റ് ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഏതിൽ വരുന്നതാണ്? വെയ്റ്റഡ് പ്രൈസ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഒന്നാമത്തതാണല്ലോ. ആഗ്രഗേറ്റീവ് മെത്തേഡിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ സിമ്പിൾ ആഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സും രണ്ടാമത്തത് വെയ്റ്റഡ് ആഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സും. വെയ്റ്റഡ് ആഗ്രഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഈ പ്രൈസിന് വെയിറ്റ് കൊടുക്കുക. വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റേജ് ഏതാണെന്ന് വെച്ചിട്ട് അപ്പം ആ വെയിറ്റേജ് കൊടുക്കുന്നത് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് എത്ര അളവ് സാധനം വാങ്ങുന്നുണ്ട് എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ വെയിറ്റേജ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സിൽ ആ വെയിറ്റേജ് ബേസ് ഇയർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായോ? ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സിൽ വെയിറ്റേജ് കൊടുക്കുന്നത് എന്താണ്? ബേസ് ഇയർ ക്വാണ്ടിറ്റീനെയാണ് വെയിറ്റേജ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറുമെന്നറിയോ? P01 is equal to സിഗ്മ P1 Q0. Q0 ആണ്. രണ്ട് മുകളിലും താഴെയും പിന്നെ എന്ത് എഴുതണം? Q0 എന്ന് എഴുതണം. അപ്പോൾ ലാസ്റ്റ് പേയേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ആവും. നമ്മൾ സിമ്പിൾ പ്രൈസ് ഇൻഡെക്സിൽ സിഗ്മ P1 by സിഗ്മ P0 into 100. ഇവിടെ സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 into 100 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത്രയാണ് ക്വസ്റ്റ്യനിൽ ഇതാണ് ഉണ്ടാവുക. കമ്മോഡിറ്റി കൊടുത്തിട്ടുണ്ടാവും P0 എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഇയർ പ്രൈസ്. Q0 എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഇയർ ക്വാണ്ടിറ്റി. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ഇയർ പ്രൈസ്. Q1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ക്വാണ്ടിറ്റി. ഇതാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് 2 കോളം കൂടി അതിൽ ആഡ് ചെയ്യണം. ആ 2 കോളം ഏതാണ്? ഒന്ന് P1 Q0 കാണണം, പിന്നെ P0 Q0 കാണണം. അപ്പോൾ P1 Q0 എന്ന് പറഞ്ഞാൽ എന്താണ്? P1ഉം Q0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 into 10 40, 6 into 12 72, then 5 into 20 100, 3 into 15 45. എന്നിട്ട് അതെല്ലാം കൂടി കൂട്ടുക. സിഗ്മ P1 Q0 is equal to ഇത് 40 plus 72 plus 100 plus 45 that is equal to 257. ഓക്കെ, അതവിടെ അപ്പോൾ നമുക്ക് മുകളിലുള്ള ഭാഗം കിട്ടി. ഇനി അടുത്തത് സിഗ്മ P0 Q0 കാണണം. അപ്പോൾ P0 Q0 കാണാൻ എന്ത് ചെയ്യുക? P0യും Q0യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 10 20, 5 into 12 60, 4 into 20 80, 2 into 15 30. അപ്പോൾ സിഗ്മ P0 Q0 is equal to എത്രയും 190 ആവും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമ്മൾ എഴുതാണ്. P01 is equal to സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 into 100. അപ്പോൾ സിഗ്മ P1 Q0 എന്നുള്ളത് 257 ആണ്. സിഗ്മ P0 Q0 എന്നുള്ളത് 190 ആണ്. 257 by 190 into 100 is equal to 135.3. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ബേസ് ഇയർ ക്വാണ്ടിറ്റി ബേസ് ഇയറിൽ നമ്മൾ 100 രൂപയ്ക്ക് വെച്ച് മേടിച്ചിരുന്ന ആ ക്വാണ്ടിറ്റി ഗുഡ്സ്, ആ സാധനങ്ങൾ അതേ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വില എത്ര കണ്ട് മാറ്റം വരും? എത്ര കണ്ട് കൂടും? 35.3 കണ്ട് കൂടും. അന്ന് 100 രൂപയ്ക്ക് വാങ്ങിയതാണെങ്കിൽ ഇപ്പം 135.3 ആവും. അതായത് 35.3% വില വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്കതിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് വെയ്റ്റഡ് പ്രൈസ് ഇൻഡെക്സിലുള്ള രണ്ടാമത്തെ മെത്തേഡാണ്. അതിനെയാണ് നമ്മൾ പാഷേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന്
എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പേയേഴ്സിൽ നമ്മൾ ബേസ് ഇയർ ക്വാണ്ടിറ്റിയാണ് വെയിറ്റ് കൊടുത്തതെങ്കിൽ ഇവിടെ പാഷയിൽ എന്താണ് കൊടുക്കേണ്ടത്? കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയാണ് വെയിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ കറണ്ട് ഇയർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാവും? P01 is equal to സിഗ്മ P1Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0Q1, മുകളിലും താഴെയും Q1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി ആ ഇക്വേഷൻ വെച്ചിട്ട് ഈ കണക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കുക? ആദ്യത്തെ 4 കോളം മറ്റേതിലുള്ള പോലെ തന്നെ കമ്മോഡിറ്റി P0 Q0 P1 Q1 ഇത്രയും സാധനം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കാണേണ്ടത് അടുത്ത കോളം P1 Q1 എന്നുള്ളതാണ്. അപ്പോൾ P1 Q1 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എഴുതാം. 4 × 5 20, 6 × 10 60, 5 × 15 75, 3 × 10 30. അപ്പോൾ സിഗ്മ P1 Q1 എന്ന് പറഞ്ഞാൽ എത്രയും 185 ആവും. ഇനി P0 Q1 P0 × Q1 അപ്പോൾ 2 × 5 10, 5 × 10 50, 4 × 15 60, 2 × 10 20 ഇങ്ങനെ വരും. അപ്പോൾ അതെല്ലാം കൂടി തമ്മിൽ കൂട്ടുക. അപ്പോൾ സിഗ്മ P0 Q1 is equal to 140 എന്ന് വരും. അപ്പോൾ P01 is equal to സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 into 100. That is equal to 185 divided by 140 into 100. That is equal to 132.1. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇയർ നമ്മൾ ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീൻ്റെ ഇത്ര എന്താ പറയുക അളവ് സാധനം വാങ്ങി, ആ സാധനത്തിന് ബേസ് ഇയറിൽ 100 രൂപയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട്? 132.1 മാറിയിട്ടുണ്ട്. അതായത് 32.1% പ്രൈസ് റൈസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷനും നിങ്ങൾ പഠിച്ചു. നമ്മൾ പിന്നെ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ സിഗ്മ P1/P0 ആണ്. അടുത്തത് ലാസ്റ്റ് പെയർ ആണ്. ലാസ്റ്റ് പെയറിൽ Q0 ആണ് വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 എന്ന് കിട്ടും. അടുത്ത പാഷയിൽ പിന്നെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയാണ് വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 ഇൻറ്റു 100. ഇതങ്ങനെയാണ് ഇക്വേഷൻ. ഈ 3 ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. ഇനി സെക്കൻഡ് ടൈപ്പ് എന്താണ്? കാൽക്കുലേറ്റ് പ്രൈസ് ഇൻഡെക്സ് B1 എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് പ്രൈസ് ഇൻഡെക്സ് യൂസിങ് ദ മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കമ്മോഡിറ്റി ABCD P0യും P1നും മാറ്റമൊന്നുമില്ല, സെയിം പ്രോബ്ലം ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. P0 എന്നുള്ളത് 2542, P1 4653. ഇനി P1/P0 into 100. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇതാണ്, P1/P0 into 100. അപ്പോൾ 4/2 into 100 is equal to 200. 6/5 into 100 is equal to 120. 5/4 into 100 is equal to 125. 3/2 into 100 is equal to 150 is equal to. അപ്പോൾ അത്രയും നമ്മൾ ഇത് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മാണ്, അതിൻ്റെ സമ്മാണ്. അപ്പോൾ സിഗ്മ P1/P0 into 100 is equal to ഇതെല്ലാം കൂടി കൂട്ടുക. 200 plus 120 plus 125 plus 150 is equal to 595. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് പോവുക. സിഗ്മ P01 is equal to 1/n സിഗ്മ P1/P0 into 100. അപ്പോൾ n എത്രയാണ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ് കമ്മോഡിറ്റി. അപ്പോൾ 1 2 3 4. അപ്പോൾ 1/4 ഇൻറ്റു മറ്റേ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു 595. 1/4 ഇൻറ്റു 595 ഇസ് ഈക്വൽ ടു 148.75. അപ്പോൾ നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് യൂസിങ് മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ് പ്രകാരം ബേസ് ഇയറിൽ 100 രൂപ ഉണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസിന് ഇപ്പം എത്ര രൂപയാണ്? 148.75 ആണ്. അതായത് വർധനവ് എത്ര ഉണ്ടായിട്ടുണ്ട്? 48.75% വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്തു വയ്ക്കുക. ഇനി 5ാമത്തെ പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് വെയ്റ്റഡ് പ്രൈസ് റിലേറ്റീവ് ഇൻഡെക്സ്. ഇതേ സാധനത്തിൻ്റെ വെയ്റ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് കാണുക എന്നുള്ളതാണ്. വെയ്റ്റഡ്
പ്രൈസ് റിലേറ്റീവ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റീൻ്റെ കൂടെ തന്നെ അടുത്ത കോളമായിട്ട് വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് W ആണ് വെയിറ്റ്. അപ്പോൾ വെയിറ്റ് എത്രയാണ്? 40, 30, 20, 10 എന്നുള്ളതാണ് വെയിറ്റ്. അതിൽ സിഗ്മ W എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ളത് 100 ആണ്. ഇനി P0 എന്ന് പറഞ്ഞാൽ 2542, P1 എന്ന് പറഞ്ഞാലോ 4653, ഇത്രയും തന്നിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ കാണേണ്ടത്? നേരത്തെ കണ്ട പോലത്തെ തന്നെ പ്രൈസ് റിലേറ്റീവ് കാണണം. പ്രൈസ് റിലേറ്റീവ് അതെങ്ങനെയാണ്? 4/2 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. 6/5 ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 120. 5/4 ഇൻറ്റു 100 125. 3/2 ഇൻറ്റു 100 150. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് മെത്തേഡ് ഓഫ് ആവറേജിങ് റിലേറ്റീവ്സ്. ഇവിടെ അതിൻ്റെ വെയ്റ്റഡ് രീതിയാണ്. അപ്പോൾ വെയ്റ്റഡ് രീതി എന്ന് പറയുമ്പോൾ എന്താവണം? ആ വെയ്റ്റും കൂടി ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതായത് കോളത്തിലുള്ള വെയ്റ്റ്, അതായത് 40 ഇൻറ്റു 200 ഇസ് ഈക്വൽ ടു 8000. അതാണ് ലാസ്റ്റ് കോളം. W ഇൻറ്റു ബ്രാക്കറ്റിൽ P1/P0 ഇൻറ്റു 100. അപ്പോൾ 40 ഇൻറ്റു 200 8000. 30 ഇൻറ്റു 120 3600. 20 ഇൻറ്റു 125 2500. 10 ഇൻറ്റു 150 1500. ഇനി അതിൻ്റെ സിഗ്മ എന്ന് പറഞ്ഞാൽ സം, അതെല്ലാം കൂടി കൂട്ടിയത് എത്രയാണ്? 15,600 എന്നുള്ളത് കിട്ടും. 15,600 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ P01 ഇസ് ഇക്വൽ ടു സിഗ്മ I ഇസ് ഇക്വൽ ടു 1 to n WI ഇൻറ്റു P1/P0 into 100 divided by sigma W is equal to 15600 divided by 100. സിഗ്മ W 100 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 156. അപ്പോൾ ഇത് പ്രകാരം ഈ ഇൻഡെക്സ് നമ്പർ പ്രകാരം എന്താണ് അർത്ഥം? ബേസ് ഇയറിൽ 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഒരു ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റീസ് കറൻറ്റ് ഇയറിൽ എത്ര രൂപയ്ക്ക് കിട്ടുള്ളൂ? 156 റുപ്പീസിനെ കിട്ടുള്ളൂ. അതായത് 56% എന്തുണ്ടായിട്ടുണ്ട്? വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 5 പ്രോബ്ലമാണ് ഇതിൽ ചെയ്യാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ കള്ളിയൊന്നും വരച്ച് ചെയ്യേണ്ട. ഞാൻ ഒരൊറ്റ ഫോട്ടോയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കള്ളിയൊക്കെ വരച്ച് ചെറുതാക്കി ചെയ്താൽ നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് ചെറിയൊരു ഭാഗം കൂടി എടുത്താൽ ഇത് കഴിയും. അപ്പോൾ നമ്മൾ അതിന് അടുത്തത് ഏതാണ്? ഓക്കെ, ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻ എക്കണോമിക്സ് എന്നുള്ള ഭാഗമാണ്. അതിന് മുൻപ് ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഇൻഡെക്സ് നമ്പർ. ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണുള്ളത് എന്നാണ് ആദ്യം പറയുന്നത്. യു നീഡ് ടു ബി ക്ലിയർ അബൌട്ട് ദ പേർപ്പസ് ഓഫ് ദ ഇൻഡെക്സ് നമ്പർ. നമ്മൾ ഏത് ഇൻഡെക്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യം നമ്മൾക്ക് കൃത്യമായിരിക്കണം. അപ്പം അതനുസരിച്ചിട്ടുള്ള അതിന് പിന്നെ ഏറ്റവും നല്ല നമ്മുടെ ലക്ഷ്യത്തിന് ഏറ്റവും നന്നായി തോന്നുന്നത് ഏതാണോ ആ മെത്തേഡ് വേണം നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ബിസൈഡ്സ് ദിസ് ദ ഐറ്റംസ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്സ് ഓഫ് കൺസ്യൂമേഴ്സ് വെൻ എ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് കൺസ്ട്രക്റ്റഡ്. ദ റൈസ് ഇൻ പെട്രോൾ പ്രൈസ് may not directly impact the living condition of the poor agricultural laborers. Thus, the items to be included in any index have to be selected carefully to be as representative as possible. Only then you will get a meaningful picture of the change. നമ്മൾ ഏതൊക്കെ ഐറ്റമാണ്, നമ്മൾ ബാസ്ക്കറ്റ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ഏതൊക്കെ ഐറ്റമാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് വളരെ കൃത്യതയോടുകൂടി അല്ലെങ്കിൽ ആലോചിച്ചിട്ട് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏറ്റവും യോജിച്ച സാധനങ്ങൾ വേണം നമ്മൾ ഐറ്റംസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ. എവറി ഇൻഡെക്സ് ഷുഡ് ഹാവ് എ ബേസ് ഇയർ. ഒരു ബേസ് ഇയർ എല്ലാ ഇൻഡെക്സിനും ഉണ്ടാവണം. ദിസ് ബേസ് ഇയർ ഷുഡ് ബി ആസ് നോർമൽ ആസ് പോസിബിൾ. വളരെ സാധാരണമായ ഒരു കൊല്ലമായിരിക്കണം ഈ ബേസ് ഇയർ. അതായത് ഈ ബേസ് ഇയറിൽ വലിയ ഒരു തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഉള്ളതോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള റിസഷൻ ഉള്ളതോ വരൾച്ച, വെള്ളപ്പൊക്കം, പേമാരി അങ്ങനെയുള്ള ദുരന്തങ്ങളുള്ള കൊല്ലങ്ങളൊന്നും ആവാൻ പാടില്ല. അതൊരു സാധാരണ വർഷമായിരിക്കണം. ഇയേഴ്സ് ഹാവിങ് എക്സ്ട്രീം വാല്യൂസ് ഷുഡ് നോട്ട് ബി സെലക്റ്റഡ് ആസ് ബേസ് ഇയർ. The period should
ഓൾസോ നോട്ട് ബിലോങ് ടു ടു ഫാർ ഇൻ ദ പാസ്റ്റ്. കുറേ പഴയതും ആവാൻ പാടില്ല, ഒരുപാട് മുമ്പത്തെ ബേസ് ഇയർ സെലക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ ദ ബേസ് ഇയർ ഫോർ എനി ഇൻഡെക്സ് നമ്പർ ഈസ് റൂട്ടീൻലി അപ്ഡേറ്റഡ്. ബേസ് ഇയർ ഇടയ്ക്കിടയ്ക്ക് എന്തായിക്കൊണ്ടിരിക്കണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് കാലത്തിനനുസരിച്ച്, കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ബേസ് ഇയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അനദർ ഇഷ്യൂ ഈസ് ദ ചോയ്സ് ഓഫ് ദ ഫോർമുല വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻ ടു ബി സ്റ്റഡീഡ്. നമ്മളിപ്പോൾ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. അങ്ങനെ അത് മാത്രമല്ല, ഇനിയും ഉണ്ട് ഒരുപാട് പല ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഏത് ഫോർമുല സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്താണോ പഠിക്കാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. അടുത്തത്, besides, there are many sources of data with different degrees of reliability. Data of poor reliability will give misleading results. Hence, due care should be taken in the collection of data. If primary data are not being used, then the most reliable source of secondary data should be chosen. അപ്പോൾ നമ്മൾ ഡാറ്റ എവിടെ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഏറ്റവും അധികം വിശ്വാസ്യത, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ സോഴ്സിൽ നിന്നും വേണം നമ്മൾ ഇതിന് വേണ്ട ഇൻഡെക്സ് നമ്പേഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്തത് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻ എക്കണോമിക്സ് എന്നുള്ളതാണ്. ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഈ ഭാഗത്തുനിന്ന് വരാവുന്നതാണ്. കൺസ്യൂമർ ഇൻഡെക്സ് നമ്പർ, അതിന് നമ്മൾ CPI എന്നാണ് പറയുക, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓർ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ള ഒരു പേരും കൂടി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിനുണ്ട്. ആ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പഠിച്ചില്ലേ, CPI = സിഗ്മ WR ഡിവൈഡഡ് ബൈ സിഗ്മ W. അതിൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ P1/P0 ഇൻറ്റു 100, P1/P0 ഇൻറ്റു 100 എന്ന് പറഞ്ഞ അവസാനം പഠിച്ച ആ പ്രോബ്ലം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, CPI അഥവാ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ കണക്കാക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് CPI കണക്കാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? വേജ് നെഗോഷിയേഷൻ, തൊഴിലാളികളുടെ വേജ്, പിന്നെ വേതന നിരക്ക് ഉയർത്തണോ താഴ്ത്തണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി, താഴ്ത്തലുണ്ടാവില്ല, ഉയർത്തണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി. ഫോർമുലേഷൻ ഓഫ് ഇൻകം പോളിസി, വരുമാനത്തിൻ്റെ പോളിസി, അതുപോലെ പ്രൈസ് പോളിസി, വില നിലവാരം നിശ്ചയപ്പെടുത്താൻ, റെൻറ്റ് കൺട്രോൾ, വാടകയൊക്കെ നിശ്ചയപ്പെടുത്താൻ, ടാക്സേഷൻ ആൻഡ് ജനറൽ എക്കണോമിക് പോളിസി ഫോർമുലേഷൻ. ഇതിനൊക്കെ നമ്മൾ ഏത് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നുണ്ട്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ നമുക്ക് സഹായകരമാണ്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ WPI ഈസ് യൂസ് ടു എലിമിനേറ്റ് ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓൺ അഗ്രിഗേറ്റ് സച്ച് ആസ് നാഷണൽ ഇൻകം, ക്യാപിറ്റൽ ഫോർമേഷൻ എക്സെട്ര. ഈ WPI നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ പിന്നെ എന്താ പറയുക, നാഷണൽ ഇൻകം, ക്യാപിറ്റൽ ഫോർമേഷൻ, അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതൊക്കെ പിന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ WPI ഈസ് വൈഡ്ലി യൂസ് ടു മെഷർ ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏത് ഇൻഡെക്സ് നമ്പറാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അതേതാണ്? ദ WPI അഥവാ ദ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് എപ്പോഴും. അപ്പോൾ ഇത്രയും നമ്മൾ നോക്കിയാൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. പിന്നെ അടുത്തത് CPI ആർ യൂസ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി ആൻഡ് റിയൽ വേജ്. അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. CPI എന്തിനാണ്? കാൽക്കുലേറ്റിംഗ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി ആൻഡ് റിയൽ വേജ് ആണ്. ഇനി ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഗീവ്സ് ആസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഫിഗർ അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ പ്രൊഡക്ഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. നമ്മൾ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സ് നമ്പർ ഉണ്ട്. അത് നമ്മൾക്ക് പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള വ്യാവസായിക മേഖലയിലുള്ള പിന്നെ പ്രൊഡക്ഷനിൽ, ഉൽപ്പാദനത്തിലുള്ള വ്യതിയാനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ്, വേറൊരു പ്രൊഡക്ഷൻ ഇൻഡെക്സ് നമ്പറാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് നമ്പർ. ഇറ്റ് പ്രൊവൈഡ്സ് അസ് എ റെഡി റെക്കണർ ഓഫ് ദ പെർഫോമൻസ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖലയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക്
നമ്മളെ ഏത് സഹായിക്കും? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻഡെക്സ് നമ്പർ സഹായിക്കും. ഇനി സെൻസെക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സെൻസെക്സ് നമ്മുടെ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട സെൻസെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗതി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ്. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ഗൈഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇഫ് ദ സെൻസെക്സ് ഈസ് റൈസിംഗ്, ഇൻവെസ്റ്റേഴ്സ് ആർ ഓപ്റ്റിമിസ്റ്റിക് ഓഫ് ഫ്യൂച്ചർ പെർഫോമൻസ് ഓഫ് ദ ഇക്കോണമി. സെൻസെക്സ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അഭിവൃദ്ധിയാണ്. നമ്മുടെ നിക്ഷേപകരൊക്കെ നമ്മളുടെ രാജ്യത്തിലുള്ള സമ്പദ്വ്യവസ്ഥ മുന്നോട്ട് നീങ്ങും, ഉയർന്നു പൊങ്ങും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസക്കാരാണ് എന്ന് തെളിയിക്കും. ഇറ്റ് ഈസ് എൻ അപ്രോപ്രിയേറ്റ് ടൈം ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവർ സെൻസെക്സ് നോക്കിയിട്ടാണ് ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ രണ്ട് ക്ലാസ് ആയിട്ടാണ് നമ്മുടെ ഈ ഇൻഡെക്സ് നമ്പർ എടുത്തിരിക്കുന്നത്. അതും കൂടി കണ്ടിട്ട് ഈ ഭാഗം കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് നമ്പർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.